ഇപ്പൊ സാമൂഹ്യ മാധ്യമത്തിൽ കത്തി നിൽക്കുന്ന ഒരു മുസ്ലിയാര് എനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരാതി സുഹരിക്ക് മറുപടി കിട്ടുമ്പോൾ വിഷമിക്കുന്ന ഡോക്ടറോട് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് അൻസാരി സുഹരിയെ പുള്ളി എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ മറുപടി പറയുന്നതിലാണ് പുള്ളിക്ക് എന്നോടുള്ള വൈരാഗ്യം വന്നിരിക്കുന്നത്. ഞാൻ ഈ അൻസാരി സുഹരിയെ പറയുമ്പോൾ എന്തിനെങ്കിലുമൊക്കെ മറുപടി പറയുന്നത് എന്താണെന്നറിയോ? ആകെ ഇതുപോലത്തെ ഒരു വേഷത്തിൽ വളരെ കുറച്ചുപേരേ ഉള്ളൂ ഈ വലിയ നാണക്കേടുണ്ടാക്കാതെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഈ സമൂഹത്തിനും സമുദായത്തിനും ഒക്കെ വേണ്ടി പറയുന്നവർ. അപ്പൊ അവരെ തന്നെ കൈകാര്യം ചെയ്യാനായി ഇതുപോലുള്ള ഓരോ കാപ്പാ മുസ്ലിയാക്കന്മാരിറങ്ങുമ്പോൾ ഈ പറയുന്നവന് തോന്നുമല്ലോ ഞാൻ എത്ര കൊല്ലം കൊണ്ട് ഇങ്ങനെ കിടന്ന് പറയുന്നു. എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു കാര്യം വരുമ്പോൾ ആരാണ് അതിനൊന്നും മറുപടി പറയാനുണ്ടാവുക എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരം കൂടിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ടുള്ളത്. ഇത് കാണുന്നതിന് മുമ്പ് വേറൊരു സംഭവം കൂടിയുണ്ട്. പണ്ട് നിങ്ങൾ ഓർമ്മയുണ്ടാവും, കലാഭവന്റെ പണ്ടത്തെ കാസറ്റിലെ മിംസ് പരേഡിൽ ഈ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ഒരാളിനെ ഒരു മൂന്നാൻ, നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ ബ്രോക്കർ, പെണ്ണ് കാണിക്കാൻ ഒരു വലിയ വീട്ടിൽ കൊണ്ടുപോയി. വലിയൊരു ഫാക്ടറിയിലെ ജോലിയാണ്, അതായത് ഈ ബാർ സോപ്പൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലെ ജോലിയാണെന്ന് പറഞ്ഞാണ് ഈ മൂന്നാൻ കൊണ്ടുപോകുന്നത്. കുറെ പേര് കേട്ടിട്ടുണ്ടാവും, പണ്ട് ഗൾഫ് കാസറ്റിൽ സ്ഥിരമുള്ളതാണ്. അപ്പൊ അവിടെ കൊണ്ടുവന്ന് ഇരുത്തുമ്പോൾ ഈ ഫാക്ടറിയിൽ എങ്ങനെയാ വർക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് മുഴുവനില്ല ചൂണ്ടയ്ക്കകത്ത് ഇര കൊരുത്ത് അതിനകത്തോട്ടിട്ട് ഇങ്ങനെ എന്തൊരു വള്ളത്തിയെ പിടിച്ച് അങ്ങനെ പൊക്കി ഇങ്ങനെ എടുക്കുന്ന കാര്യം പറയുമ്പോൾ മൂന്നാൻ അവിടെ ഇരുന്ന് പറയും സോപ്പ് പൊങ്ങി വരുമെന്ന് പറയും എന്ന് പറയുന്ന പോലെ മൊയ്ലിയാർ ഈ വേഷത്തിലൊക്കെ ആണെങ്കിലും അറിയാതെ പറഞ്ഞു വരുമ്പോൾ പുള്ളിയുടെ പണി ഓർമ്മ വരും. ഇനി അദ്ദേഹം എന്നെ കുറിച്ച് പറയുന്നത് കേൾക്കാം. പിന്നെ പണ്ടൊപ്പുള്ളതാരാ? ഒരു നിലപാടുമില്ല, ഒരു നിലവാരമില്ല. വഹാബിയ, സുന്യ, ഒരു കഥയില്ലാത്ത ഒരു ചങ്ങായി ഉണ്ടല്ലോ. ഞാന് 10 മിനിറ്റ് വീഡിയോ ഇറക്കിയാല് 8 മിനിറ്റ് ചിരിച്ചിട്ട് ഇളിയാക്കി നടക്കണ ചങ്ങായി. എന്റെ മൊയ്ലിയാരെ, നിങ്ങളെയൊക്കെ കാണുമ്പോ ഈ 10 മിനിറ്റ് വീഡിയോയിൽ 8 മിനിറ്റ് ചിരി പോരാ, 10 മിനിറ്റും ചിരിച്ചാ മതി. ഒന്നും പറഞ്ഞുകൂടാ നിങ്ങളെയൊക്കെ. കാരണം നിങ്ങളുടെയൊക്കെ ഈ പണി കാണുമ്പോ ആ ചിരിയിലുണ്ടെല്ലാം. ആ ചിരിക്കകത്താണ് കാര്യങ്ങളുള്ളത്. വെറുതെ പറഞ്ഞെന്തിനാ നമ്മുടെ ഈ എന്താ പറയുന്നത് വായിലെ ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ എനർജി കളയുന്നതെന്ന് വിചാരിച്ച് വെറുതെ ചിരിക്കാൻ. കാരണം നിങ്ങളുടെ കോലവും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ നീയത്തും നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങളുടെ ആസൂത്രണവും ഒക്കെ കണ്ടാൽ ചിരിക്കാനേ മാർഗമുള്ളൂ. ചിരിക്കാൻ. ഈ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ ചിരിപ്പിക്കുന്ന കോമഡി താരങ്ങളാണ് നിങ്ങളൊക്കെ, കേട്ടോ. അതാ അതാ സങ്കരവർഗ ഉൽപ്പന്നം എന്നാണ് എന്നെ വിളിക്കുന്നത്. എന്റെ മൊയ്ലിയാരെ മനുഷ്യനെല്ലാം സങ്കരവർഗമാണ്. മൊയ്ലിയാരുടെ വാപ്പായുമായി നിക്കാഹ് കഴിച്ചപ്പം പിന്നെ കുത്തുബ ഓതിയ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങളിൽ നിന്ന് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിരിക്കുന്നു, അവരെ ഇണകളാക്കിയിരിക്കുന്നു, തുണകളാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞായിരിക്കും മൊയ്ലിയാരുടെ വാപ്പായുമായും കെട്ടിച്ച്. മൊയ്ലിയാർ കെട്ടിയതും അങ്ങനെ ആയിരിക്കും. ഇനി മക്കളെ കെട്ടിക്കാൻ പോകുന്നു അങ്ങനെ സങ്കര ഇനത്തിലാണ് ആണും പെണ്ണും ചേരുമ്പോൾ ഈ പിന്നെ പുംബീജവും അതുപോലെ തന്നെ അണ്ടവും ചേരുമ്പോൾ ഒക്കെയാണ് ഇതുണ്ടാകുന്നത്. അല്ലാതെ ഈ ചില ആളുകളെ പോലെ മൊയ്ലിയാർക്കൊക്കെ അതാണെന്ന് തോന്നുന്നു വശമുള്ളത്. ഏകപക്ഷീയ പ്രവർത്തനത്തിൽ ഇത് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് മൊയ്ലിയാർ അങ്ങനെ പേടിക്കണ്ട. പിന്നെ മൊയ്ലിയാരെ പേര് കൊണ്ട് ആരും ദിവ്യരാവുന്നില്ല. ഇപ്പം മൊയ്ലിയാരുടെ പേര് മുഹമ്മദ് കുഞ്ഞെന്നാ. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രയോ നല്ല പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവാചകന്റെ പേരായിട്ടിരിക്കുന്നത്. പക്ഷെ വല്ല കാര്യമുണ്ടോ? അതിനു പകരം ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തിക്ക് വല്ല ഷെയ്ത്താന്റെ പേര് കൂടെ ചേർത്തിട്ടിരുന്നെങ്കിൽ പിന്നെ ഒരർത്ഥമുണ്ട്. അപ്പൊ പ്രവൃത്തിയും പേരും തമ്മിൽ യാതൊരു ബന്ധമില്ല മൊയ്ലിയാരെ. അതുകൊണ്ട് മൊയ്ലിയാരെ അതിൽ വിഷമിക്കണ്ട. മൊയ്ലിയാർ ആ പരിപാടി നടത്തുന്ന സ്ഥലം തന്നെ കൊള്ളാം, പുല്ലാളൂർ. ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ കൂടെ കൂടിയിട്ട് എനിക്ക് സ്റ്റേജ് കിട്ടും. ഓൻ ചിലപ്പോ എന്നെ സന്തോഷിപ്പിക്കാൻ വന്നേക്കും. ഇതല്ലാതെ ദീനീപരമായിട്ട് എന്തെങ്കിലും നേട്ടം ഈ സമൂഹത്തിന് ഈ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഈ രൂപത്തിലുള്ള ഈ തോന്നിവാസങ്ങള് നീ ചെയ്തില്ലേ? മോശല്ലേ? അതിനിപ്പോ എന്നോട് ചീത്തറിഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമുണ്ടോ? മീൻ പൊരിക്കാൻ ബാക്കിയുണ്ട്, ചീനാമുളകിന്റെ റിയാക്ഷൻ ഉണ്ടാകും, എന്ത് കിണാപ്പാടാ എന്നൊക്കെ ചോദിച്ചിന്റെ അടുത്ത് വന്നപ്പോ അനക്കാ പ്രയോഗം ഇഷ്ടം കണ്ടപ്പോ എനിക്ക് തിരിച്ചു തന്ന്. എനിക്ക് ഇഷ്ടമല്ല. കിണാപ്പ് മുസ്ലിയാരെ, ആ കിണാപ്പ് വന്നത് എങ്ങനെയാണെന്നാണ് പുള്ളി വിശദീകരിക്കുന്നത്.
ഇനി അതുകൊണ്ട് തീരുന്നില്ല. ഞാനില്ല മൂന്നാന്റെ കഥ പറഞ്ഞില്ലേ, പുള്ളിയുടെ ശരിക്കുള്ള പണിയുണ്ടോ നോക്ക്. ഈ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളെ മലർത്തിക്കിടത്തി ഇതാണ് പണ്ഡിതന്റെ പണി. കേരളീയ സമൂഹത്തിന് മുന്നിൽ മലർത്തി കിടത്തും. എന്നിട്ടോ മുതൽ അണ്ടർഗ്രൗണ്ട് വരെ നിങ്ങളുടെ മൊത്തം കിട്ടും. അണ്ണാക്ക് മുതൽ അണ്ടർഗ്രൗണ്ട് വരെ പൊളിച്ച് നിങ്ങളുടെ കുടലും എല്ലാം പുറത്തു വലിച്ചിട്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളെ കള്ളത്തരം വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ പാവപ്പെട്ട അവരുടെ അടിമകളാ. ഈ പണി സാധാരണ മുസ്ലിയാക്കന്മാരെ ഉസ്താദന്മാരുടെ ഈ വേഷത്തിലുള്ളവരുടെയും പണിയല്ല. ഇത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളത്. ഈ പശുവിനെ കുത്തിവെക്കാൻ വീട്ടിൽ വരുന്ന കമ്പൗണ്ടർക്ക് ഈ പണിയുണ്ട് എന്ന് പറഞ്ഞാൽ മലർത്തി കിടത്തി അല്ലെങ്കിൽ നേരെ നിർത്തിയിട്ട് അങ്ങ് അണ്ടർഗ്രൗണ്ട് വരെ കൈയിട്ട് അതിനകത്തുള്ളതെല്ലാം പുറത്തെടുത്ത് ഈ ചരക്കൊക്കെയാണ് ഇപ്പൊ മൊയ്ലിയാരെന്നും പറഞ്ഞിറങ്ങിയേക്കുന്നത്. കഷ്ടം. എന്നിട്ടാണ് ബാക്കിയുള്ളവരുടെ സങ്കരവും പേരും ഒക്കെ പരിശോധിക്കുന്നത്. എല്ലായിടത്തും പോയി ഈ അവസാനം പറഞ്ഞ പണി ചെയ്യും മൊയ്ലിയാരെ. അതിന് കൊള്ളാം ഇയാളെ, അതിനെ കൊള്ളാവൂ.